കുന്നത്തൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും? കുന്നത്തൂർ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. തദ്ദേശത്തിലെ കണക്ക് നോക്കിയാൽ പോരെ? തദ്ദേശത്തിലെ കണക്ക് നോക്കിയാലേ ഇപ്പം പഞ്ചായത്തുകളിൽ പരിശോധിക്കുകയാണെങ്കിൽ 622 വോട്ടിൻ്റെ മേൽക്കൈ UDF-നുണ്ട്. അതേ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പം 15,300 വോട്ടിൻ്റെ മേൽക്കൈയാണ് LDF-നുള്ളത്. ഇനിയിപ്പം അതെല്ലാം പോട്ടെ, ലോക്സഭ പരിശോധിച്ചാലും മേൽക്കൈ LDF-നാണ്. 3800 വോട്ടിൻ്റെ മേൽക്കൈ അവിടുത്തെ പഴയ സ്ഥാനാർത്ഥി CN കുമാറിനുണ്ട്. അപ്പോൾ ഈ കോവൂർ കുഞ്ഞുമോൻ ജയിച്ചാൽ എന്തൊക്കെയായിരിക്കും പ്രധാന ഘടകങ്ങൾ വരിക? അതിൻ്റെ പ്രധാന ഘടകമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരന് ജനങ്ങളോടുള്ള ഒരു ആത്മബന്ധം. രണ്ടാമത്തേത്, ഒരു 7,000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് കൃത്യമായി കോവൂർ കുഞ്ഞുമോനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ ഉണ്ട്. അത് പല ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ വോട്ടിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കോവൂർ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോവൂർ കുഞ്ഞുമോൻ തോറ്റാലോ? തോറ്റാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വികസന മുരടിപ്പാണ്. എവിടെ താലൂക്ക് ആശുപത്രിയിലെ നവീകരണം, എവിടെ വാഗ്ദാനം ചെയ്ത പാലങ്ങൾ, എവിടെ പുതിയ റവന്യൂ ടവർ, അങ്ങനെ ഒട്ടേറെ പല കാര്യങ്ങളും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ശാസ്താംകോട്ട തടാകത്തിനടുത്തായിരിക്കുന്നത്. നിയമസഭയിൽ കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞത് ശാസ്താംകോട്ട തടാകം കാവുകയാണെന്നാണ്. പക്ഷേ എന്ത് വികസനമാണ്, അല്ലെങ്കിൽ കാമുകി എന്നുള്ള പരിഗണനയിൽ ശാസ്താംകോട്ട തടാകത്തിന് എന്ത് വികസനം, എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. മുന്നണിയിലെ പ്രശ്നങ്ങളെല്ലാം സെറ്റായോ? മുന്നണിയിലെ പ്രശ്നങ്ങൾ സെറ്റായെന്ന് ചോദിക്കുന്നതിന് മുമ്പ് കുഞ്ഞുമോൻ്റെ പാർട്ടിയാണ് RSP ലെനിനിസ്റ്റ്. അതിന് ഈ മണ്ഡലത്തിൽ താഴെത്തട്ടിൽ അടിവേരില്ല. 2, ആ പാർട്ടിക്ക് യുവാക്കളുടെ ഒരു സാന്നിധ്യമില്ല. പിന്നെ കോവൂർ കുഞ്ഞുമോനെ മാറ്റാൻ വേണ്ടി ഇവിടെ നിന്ന് CPM ശ്രമിച്ചിരുന്നു. അവസാനം മുഖ്യമന്ത്രിയോടാണ് വീണ്ടും കുഞ്ഞുമോൻ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സീറ്റ് മോഹികളായിട്ടുള്ള ചില ആൾക്കാർക്ക് ചില മുറിവുറുപ്പുണ്ട്. പ്രധാന പല ഘടകകക്ഷികളും പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ള വിഷയങ്ങളുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് വോട്ട് നേടുന്നത്. കാരണം 1010 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണയും ഉല്ലാസമാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. വല്ല സാധ്യതയുണ്ടോ? ഉല്ലാസമാണ് സ്ഥാനാർത്ഥി. സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ തോറ്റിട്ടും ഈ മണ്ഡലത്തിൽ നിന്ന ഒരാളാണ് ഉല്ലാസ്. അങ്ങനെ ഒരു വലിയ സഹതാപതരംഗം ഉണ്ടായാൽ ഉല്ലാസ് നിയമസഭയുടെ പടികടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഉല്ലാസം ഉണ്ടായിരുന്നു. അതാണ് ഉല്ലാസിനുള്ള ഒരു ഘടകം. പിന്നെ കോൺഗ്രസ് ശക്തമായിട്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കേശുകാരൊക്കെ ശക്തമായിട്ട് ഈ ഉല്ലാസിൻ്റെ കൂടെ ഉണ്ട്. അതൊരു ഘടകമാണ്. അതെ, എൻ്റെ ഒരു സംശയം, ഉല്ലാസം കാണാൻ ഇനി തോൽവിയിൽ ഹാട്രിക് അടിക്കുമോ? ഹാട്രിക് കൊള്ളാം. അതായത് തോൽവിയിൽ ഹാട്രിക് അടിക്കുമോ എന്ന് ചോദിച്ചാൽ, തോറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർക്ക് ഈ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളെ മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൽ ജയിപ്പിക്കാൻ സാധിക്കും. 3 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അതൊരു നെഗറ്റീവാണ്. 2, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ കണ്ടില്ലേ? ജില്ലാ പഞ്ചായത്ത് വോട്ടിംഗ് പാറ്റേണിലേക്ക് വരുമ്പോഴേക്കും 15,300 വോട്ടിൻ്റെ മേൽക്കൈ LDF-നുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിന് സമാനമായ, അത്രത്തോളം ഇല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള വോട്ടിംഗാണ് നടക്കുന്നത്. അതൊക്കെ വരുമ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ ഒരു സംശയം വേണ്ട, ഇത്തവണയും ഉല്ലാസ് ഹാട്രിക് അടിക്കും തോൽവിയിൽ. പച്ച മണ്ണിൽ പണിയെടുത്ത് ചത്തടിഞ്ഞ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാം. പച്ച മണ്ണിൽ പണിയെടുത്ത് ചത്തടിഞ്ഞ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലേ നാം. ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ നാടിൻ്റെ വികസനമില്ലായ്മ തന്നെയാണ്. തീർച്ചയായും കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലം സമീപ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വികസനത്തിൽ കിതയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അതുതന്നെയാണ് ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന സംവാദം. BJPയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? BJP മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിയാണ്, രാജീവ് പ്രസാദാണ്. പക്ഷേ അവർ വന്നത് വളരെ വൈകിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട്, അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ 25 വർഷമായിട്ട് മണ്ഡലത്തിലുണ്ട്. പക്ഷേ ഈ ഉല്ലാസ് കോവൂർ ഒരു 15 വർഷമായിട്ട് മണ്ഡലത്തിലുള്ളത് നോക്കാം. ഏറ്റവും അവസാനമാണ് വന്ന് പ്രചരണത്തിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഈ പറയുന്ന രാജീവ് പ്രസാദിനുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ രാജീവ് പ്രസാദിന് ഒരു സാധ്യതയില്ലേ? അവർ കാർഡിലൊക്കെയുള്ള പ്രചരണം നടത്തുന്നുണ്ട്. മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട്. എല്ലായിടത്തും പ്രചരണ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതൊരു വിജയത്തിലേക്ക് വരുമോ എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. മാത്രമല്ല, അവർ കുറച്ച് നാൾ മുമ്പ് ഒരു BJPയുടെ, പ്രത്യേകിച്ച് RSSൻ്റെ പ്രാദേശിക ഘടകമായിട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വ്യക്തിപരമാണ്. അതൊക്കെ പ്രശ്നമാകുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഫാക്ടർ ആവില്ലെങ്കിൽ പോലും ത്രികോണ മത്സരത്തിലേക്ക് അവരൊക്കെ എത്താൻ സാധിക്കും. പക്ഷേ അവർ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ഫാക്ടറായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 25 വർഷം കൊണ്ട് ഇവിടെ ജനപ്രതിനിധിയായിട്ടിരുന്ന ആൾ ഇപ്പോഴും ഈ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ MP 16 വർഷമായി അവരുടെ തരത്തിലുള്ള വികസന
പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പോസിറ്റീവുണ്ട്. അതായത് ഇത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ജനങ്ങൾ ചിന്തിക്കുന്ന വേറെ പല പ്രാദേശിക വിഷയങ്ങളുണ്ടാവും. എന്തായാലും നമ്മുടെ സർവേയിലടക്കം ഉല്ലാസ് കോവൂർ ജയിക്കുമെന്നാണ്. ഞാൻ കോവൂർ കുഞ്ഞുണ്ണൊക്കെ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് 9-ാം തീയതി ജനങ്ങളൊരു സർവേ നടത്തുന്നുണ്ട്, ആ സർവേയിൽ ജയിക്കുമെന്നാണ്. തന്നെയായാലും കുന്നത്തൂരിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ്.